വിജ്ഞാനത്തെ ആനന്ദദായകമാക്കിക്കൊണ്ട് നമുക്ക് ആരംഭിക്കാം. യൂണിടേസ്റ്റ് അശ്വമേധം പവേർഡ് ബൈ ഓക്സിജൻ, ദ ഡിജിറ്റൽ എക്സ്പെർട്ട്, നിഷ് കന്യാകുമാരി, യെല്ലോ ക്ലൗഡ്, ലൂമിനാർ ടെക്നോ ലാബ്, മിൽമ, ഇൻ അസോസിയേഷൻ വിത്ത് SBI. ഏറെ സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുന്നു അവർ ജൂറി ശ്രീ ജോ ആന്റണി. നമസ്കാരം സർ. ജനലക്ഷങ്ങളുടെ മനസ്സിൽ എന്നും ഇടം പിടിച്ചിരിക്കുന്ന നമ്മുടെ സ്വന്തം ഗ്രാൻഡ് മാസ്റ്റർ ഡോക്ടർ GS പ്രദീപ് സ്വാഗതം ചെയ്യുന്നു. വെളിച്ചത്ത് സൃഷ്ടിച്ച് ഇരുട്ടത്ത് പ്രദർശിപ്പിക്കുന്ന ഒരു മഹാത്ഭുതം സിനിമ. മനുഷ്യരാശിയുടെ ചരിത്രത്തിൽ ഇത്ര കണ്ട് സ്വാധീനിക്കുവാൻ കഴിഞ്ഞ മറ്റൊരു കലാരൂപം ഇല്ല തന്നെ. ലോകമാസകലമുള്ള രാജ്യങ്ങളിലെ വ്യത്യസ്തങ്ങളായ കാഴ്ചപ്പാടുകളുള്ള, അഭിരുചികളുള്ള, വിവിധ കാലാവസ്ഥകളിൽ ജീവിക്കുന്ന മനുഷ്യർക്കൊക്കെ അവരുടെ സർഗചേതനയുടെ ആവിഷ്കാരമായി സിനിമ മാറുന്നു. അവരുടെ സ്വന്തം ജീവിതത്തിൻ്റെ സ്വകാര്യതയായി സിനിമ അനുഭവപ്പെടുന്നു. അവരുടെ ആശയുടെയും നിരാശയുടെയും പ്രതിഫലനങ്ങളായി സിനിമ അനുഭവിപ്പിക്കപ്പെടുകയും ചെയ്യുന്നു. പക്ഷേ സിനിമ അത്ര കണ്ട് ആഘോഷമാക്കുമ്പോഴും ദൗർഭാഗ്യകരമായ ഒന്ന്, വിശിഷ്യ ഇന്ത്യയിലെങ്കിലും തിരശീലയിൽ പ്രത്യക്ഷപ്പെടുന്ന നക്ഷത്രത്തിളക്കമുള്ള താരങ്ങളുടെ പകിട്ട് ഏറെ അറിയപ്പെടുമ്പോൾ ആ സിനിമയുടെ സർഗാത്മകമായ സൃഷ്ടിക്ക് പിന്നിൽ പ്രവർത്തിച്ച മഹാപ്രതിഭകൾ അത്ര കണ്ട് ശ്രദ്ധിക്കപ്പെടാതെ പോകുന്നു. വിദേശ രാജ്യങ്ങളിൽ സ്ഥിതി അങ്ങനെ അല്ല താനും. സ്വാഗതം വിജ്ഞാനത്തിൻ്റെ ഈ ഒട്ടും സിനിമാറ്റിക് അല്ലാത്ത യാഥാർത്ഥ്യത്തിലേക്ക്. ഇത് യൂണിടേസ്റ്റ് അശ്വമേധം പവേർഡ് ബൈ ഓക്സിജൻ, ദ ഡിജിറ്റൽ എക്സ്പെർട്ട്, നിഷ് കന്യാകുമാരി, യെല്ലോ ക്ലൗഡ്, ലൂമിനാർ, മിൽമ, ഇൻ അസോസിയേഷൻ വിത്ത് SBI. ഇത്തരം ഒരു ആമുഖം പറഞ്ഞുകൊണ്ട് ഈ ദിവസം ആരംഭിക്കുന്നതിന് പിന്നിലുള്ള കാരണം, എത്രയോ വർഷങ്ങളായി മലയാളികളുടെ ചലച്ചിത്ര അനുഭവങ്ങളിൽ കാഴ്ചയ്ക്ക് വശ്യതയും ചാരുതയുമാർന്ന സ്കെച്ചുകൾ പകർന്നു തന്ന ഒരു ഛായാഗ്രഹകൻ ഇന്ന് നമ്മുടെ അതിഥിയായി എത്തുന്നു എന്നുള്ളത് കൊണ്ടാണ്. വളരെ ലെജൻഡറിയായ സംഭാവനകൾ ചെയ്ത ആ സിനിമാറ്റോഗ്രാഫർ, കേരളത്തിലെ എണ്ണം പറഞ്ഞ ആ ചിത്ര സന്നിവേശകൻ, ചിത്രങ്ങൾ ഒപ്പിയെടുക്കുന്ന കലാകാരൻ ഈ വേദിയിലേക്ക് അതിഥിയായി എത്തുമ്പോൾ വ്യക്തിപരമായി എനിക്കും അതേറെ ആഹ്ലാദകരം. സ്വാഗതം ചെയ്യാം ആദരണീയനായ ക്യാമറാമാൻ, സിനിമാറ്റോഗ്രാഫർ ശ്രീ N. അഴകപ്പൻ. വാക്ക് ഇൻ പ്ലീസ്. നമസ്കാരം. Thank you very much for making me this program. ഇരിക്കണേ. 14-15 വയസ്സിലൊക്കെ വിദ്യാർത്ഥിയായിരിക്കുന്ന കാലത്ത് ആണ് എനിക്ക് താങ്കളെ ആദ്യം പരിചയം. അന്ന് തിരുവനന്തപുരത്തെ, കേരളത്തിലെ ദൂരദർശൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ആളുകളിൽ ഒരാളാണ് അങ്ങ്. ദൂരദർശനിലായിരുന്നു കരിയർ ആരംഭിച്ചത്. പറയണം സാർ, ദൂരദർശൻ ജീവിതം, അതിൽ തുടങ്ങാൻ നമുക്ക്. ഞാൻ ആദ്യം സിനിമയിലായിരുന്നു 78-79 കാലഘട്ടത്തിൽ. അതിൽ വർക്ക് ചെയ്താണ് സായുജ്യം, ചൂള, അതിലൊക്കെ അസോസിയേറ്റ് ക്യാമറമാനായി വർക്ക് ചെയ്തിട്ടുണ്ട്. അത് കഴിഞ്ഞിട്ട് 1-2 കന്നഡ പടം ചെയ്തു, തമിഴ് പടങ്ങൾ ചെയ്തു. പിന്നെ അവിടെ വെച്ച് ഞാൻ ഡിസൈഡ് ചെയ്ത് ഞാനൊന്നും സിനിമോട്ടോഗ്രാഫിക്കുള്ള മെച്യൂരിറ്റി വന്നിട്ടില്ല എന്ന് എനിക്ക് തന്നെ തോന്നി. അപ്പോൾ കുറച്ചുകൂടെ ട്രെയിനിങ്ങിൻ്റെ ആവശ്യമുണ്ടെന്ന് ഇരിക്കുമ്പോഴാണ് ഈ ടെലിവിഷൻ മീഡിയയെ പറ്റി അത് പെട്ടെന്ന് ഒരു പവർഫുൾ മീഡിയ ആയിട്ട് മാറിയത് ഞാൻ ശ്രദ്ധിച്ചു. അപ്പോൾ ഇത് എന്താ ടെലിവിഷൻ? അങ്ങനെ ആദ്യം കാശ്മീരിൽ ഞാനും എൻ്റെ ഫ്രണ്ട് ആറുമുഖൻ ഫ്രണ്ട് അവിടെ ഒരു 2 പോസ്റ്റ് കാലി ഉണ്ടെന്ന് പറഞ്ഞ് ഞങ്ങൾ പോയി. പോകുന്ന വഴിക്ക് 12 മണിക്കൂർ ഞങ്ങൾ സ്നോയിൽ പെട്ടുപോയി. തിരിച്ച് അവിടെ പോയി ജോയിൻ ചെയ്യാൻ പോയപ്പം ഒരു പോസ്റ്റ് മാത്രമേ ഉണ്ടായിരുന്നു. 2ാമത് പോസ്റ്റ് വേറെ ഒരാൾ വന്ന് ജോയിൻ ചെയ്തു ഒരു 3 hours ബിഫോർ. അങ്ങനെ ആ ജോലി നഷ്ടപ്പെട്ടു. തിരിച്ച് ഞാൻ ചെന്നൈക്ക് വന്നു. അങ്ങനെ ചെന്നൈയിൽ വർക്ക് ചെയ്യാൻ വീണ്ടും തുടങ്ങുമ്പോഴാണ് ജലന്ധർ ടെലിവിഷനിൽ കാൾ ഫാർ ചെയ്യുന്നതെന്ന് അറിഞ്ഞു. അങ്ങനെ എൻ്റെ ഒരു ഫ്രണ്ട് വിളിച്ച് പറഞ്ഞ് ഞാൻ വീണ്ടും ജലന്ധർ ടെലിവിഷനിലേക്ക് പോയി. ജലന്ധർ ടെലിവിഷനിൽ ജോയിൻ ചെയ്ത് 79 എൻഡ് ഡിസംബർ മാസമായിരുന്നു. അങ്ങനെ ഒരു തുടക്കമാണ്. അത് കഴിഞ്ഞിട്ടാണ് അവിടെ ഒരുപാട് മെയിൻ ഈവൻ്റൊക്കെ കവർ ചെയ്യാൻ പറ്റി. ഇന്ദിരാഗാന്ധി മേഡത്തിൻ്റെ കൂടെ യാത്ര ചെയ്യാൻ പറ്റി. രാജീവ് ഗാന്ധി, അന്നത്തെ പ്രൈം മിനിസ്റ്ററായ വാജ്പേയി, കെ നാരായൺ സാറുടെ 1 മാസം പേഴ്സണൽ ക്യാമറമാനായിട്ട് UK പോയിരുന്നു. അങ്ങനെ ഗ്യാനി ജയിൽ സിംഗ് സാറുടെ കുറേ
ഡോക്യുമെൻ്ററി ചെയ്യാൻ പറ്റി. ഇങ്ങനെ വേറെ ഒരു എക്സ്പീരിയൻസ് ജേർണലിസം അവിടെ നിന്നാണ് ഞാൻ ഈ ഫിക്ഷൻ ഇമ്പോർട്ടൻസ് അവിടെയാണ് ഗുൽസൻ സച്ദേവ എന്ന ഒരു ഫ്രണ്ടിനെ പരിചയപ്പെടും. ആദ്യമായിട്ട് ഒരു 1 hour 40 minutes നമ്മൾ ചിട്ടാലോകം എന്നൊരു ഫിലിം ചെയ്തു. ആ ഫിലിമിൽ പാകിസ്ഥാനിൽ നിന്ന് ഒരുപാട് കത്തുകൾ സിനിമാറ്റോഗ്രാഫിയെ പറ്റി എഴുതിയിരുന്നു, ക്യാമറമാനെ ഇൻട്രൊഡ്യൂസ് ചെയ്യണമെന്ന് പറഞ്ഞിട്ട്. അപ്പോൾ അവർ പറഞ്ഞിരുന്നു ടെലിവിഷനിലെ ഷേഖ് അബ്ദുള്ള സാറുടെ മരുമകനായിരുന്നു ഡയറക്ടർ. അദ്ദേഹം പറഞ്ഞു ക്യാമറമാൻ ഓൾവേസ് ബിഹൈൻഡ് ദ ക്യാമറ, സോ മുന്നിൽ വരത്തില്ല, ആക്ടേഴ്സ് മാത്രമേ വരും. അപ്പോൾ വീണ്ടും കത്തുകൾ വന്നപ്പോൾ എന്നെ ഇൻട്രൊഡ്യൂസ് ചെയ്തു പാകിസ്ഥാൻ ഓഡിയൻസിന് വേണ്ടി. അങ്ങനെയാണ് ഫസ്റ്റ് എനിക്കൊരു അവാർഡ് കിട്ടിയത്. അതിൽ നിന്ന് ഇങ്ങനെ യാത്ര തുടർന്നു. എന്നിട്ടും എൻ്റെ മനസ്സിൽ നിന്ന് സിനിമ ഭ്രാന്ത് പോയിട്ടില്ലായിരുന്നു. പിന്നെ ദൂരദർശനിൽ നിന്ന് റിട്ടയർ ചെയ്തത്? റിട്ടയർഡ് ആയില്ല, റിസൈൻ ചെയ്തു. അത് 95 ആഫ്റ്റർ 16 years 16 വർഷവും ഒരു 7 മാസം വർക്ക് ചെയ്തു. നാട് എവിടെയാണ് അഴകപ്പൻ ചേട്ടൻ്റെ? നാഗർകോവിൽ. വീട്ടിൽ അച്ഛൻ ടീച്ചറാണ്, ഹൈസ്കൂൾ ഫിസിക്സ് ടീച്ചറാണ്, വൺ ഓഫ് ദ സ്റ്റേറ്റ് അവാർഡ് വിന്നിങ് ടീച്ചറാണ്. ഇദ്ദേഹത്തിനെ പഠിപ്പിച്ച ഒരു ടീച്ചറാണ് നമ്മുടെ നമ്പിനാരായണ സാർ, അച്ഛൻ്റെ സ്റ്റുഡൻ്റായിരുന്നു, സയൻറ്റിസ്റ്റ്. പിന്നെ അച്ഛൻ ഒരു വളരെ ഫേമസ് ആയിരുന്ന ഒരു ടീച്ചറാണ്. അദ്ദേഹത്തിൻ്റെ പ്രൊഫഷണലും എനിക്കുള്ള പ്രൊഫഷണൽ ബന്ധമേ ഇല്ല. അങ്ങനെ ഇവിടെ കേരളത്തിൽ സെറ്റിൽ ചെയ്തിട്ട് ഒരുപാട് വർഷമായി. 40 വർഷമായി. 85 ഭാര്യ ശ്രീമതി ഉമ. കുട്ടികൾ? ഒരു മോൻ, അവൻ UK അതിന്റെ ഭാര്യ ചൈനക്കാരി അല്ലേ? ഇവിടെ ട്രിവാൻഡ്രത്തിൽ വെച്ചാൽ. എന്താണ് പേര് അതിന്റെ ഭാര്യയുടെ? ഷ്വൈലി. അങ്ങനെ ഒരു ഗ്ലോബൽ വസുധൈവ കുടുംബകമാണ്. ഇന്റർനാഷണൽ ഫാദർ ഇൻ ലോ ആയിട്ട് മാറി. ഇന്റർനാഷണൽ ഫാദർ ഇൻ ലോ, അത് കൊള്ളാം. മലയാളത്തിൽ താങ്കൾ ഒരുപാട് ഗംഭീരമായ സിനിമകൾ ചെയ്തു. ഒരു സിനിമ ഡയറക്റ്റ് ചെയ്തല്ലോ? 2 സിനിമ ചെയ്തു. ഏതൊക്കെയായിരുന്നു? ഒന്ന് സല്യൂട്ടിന്, കാർഗിൽ യുദ്ധത്തിൽ നടന്ന 2 ഒരു വാർവിഡോ ആയ ഒരു സ്ത്രീയും സ്വന്തം മരുമകൾ വാർവിഡോന്ന് ഇൻഡ്യൂഷൻ കൊണ്ട് ഗണിക്കുന്ന ആ സ്ത്രീയായിരുന്നു. ആ ഒരു കഥ ചെയ്തു. ദാറ്റ് വാസ് വെരി ലോ ബഡ്ജറ്റ് ഫിലിം, പേഴ്സണൽ ഫിലിം. അത് ആർമിക്ക് തന്നെ സെയിൽ ഔട്ട് ചെയ്തു. ഓക്കെ. പിന്നെ പട്ടം പോലെ അത് കൈരളി ടെലിവിഷനാണ് അത് പർച്ചേസ് ചെയ്തത്. കൈരളി ടി വി ആണ് അതിൻ്റെ റൈറ്റ്സ് ഹോൾഡർ. ശരി. പിന്നെ ഒരുപാട് സിനിമകളുടെ സിനിമാറ്റോഗ്രാഫർ കൂട്ടത്തിൽ എനിക്കൊരു ഭാഗ്യം കിട്ടി. നമ്മൾ ഒരു ന്യൂ കമേഴ്സ് കുറേ അപ്പോൾ ശ്യാം പ്രസാദിൻ്റെ ആദ്യത്തെ പടം തൊട്ട് കുറേ നല്ല ഡയറക്ടേഴ്സിൻ്റെ ഫസ്റ്റ് ഫിലിം വർക്ക് ചെയ്യാൻ ഭാഗ്യം കിട്ടി. അങ്ങനെ വളരെ സമഗ്രമായ ഒരു ചലച്ചിത്ര ജീവിതം. അശ്വമേധം കാണാറുണ്ടായിരുന്നു? റെഗുലറായിട്ട് ടെലിവിഷനിൽ കാണുന്നത്. ഇപ്പോൾ സിനിമയിൽ പോയത് കൊണ്ട് പല എപ്പിസോഡ്സും മിസ് ചെയ്തു പോകും. അല്ലാതെ എവരിബഡി ശ്യാം പ്രസാദ് ഞങ്ങളെയൊക്കെ സ്ഥിരമായിട്ട് വി ടോക്ക് അബൌട്ട് യു ആൻഡ് എ ഫാൻ ഓഫ് യുവർ പ്രോഗ്രാംസ്. താങ്ക് യു. ഏറ്റവും ഇഷ്ടപ്പെട്ട മലയാള സംവിധായകനാരാ? അങ്ങനെ ഒരാളെ പറയാൻ പറ്റില്ല. ആദ്യം വർക്ക് ചെയ്തിട്ടുള്ളത് ഞാൻ ഏറ്റവും കൂടുതൽ വർക്ക് ചെയ്തിട്ടുള്ളത് ശ്യാമപ്രസാദിൻ്റെ ടെലിവിഷൻ വർക്കും സിനിമയും കൂടിയാണ്. പിന്നെ വലിയൊരു കോംബോ ആയിരുന്നല്ലോ ശ്യാമപ്രസാദ്. ലോങ് ടൈം വി വർ വർക്കിംഗ് ടുഗദർ. ഒരു 18-20 വർക്ക് ഒരുമിച്ച് ചെയ്തിട്ടുണ്ട്. എല്ലാത്തിനും സ്റ്റേറ്റ് അവാർഡോ നാഷണൽ അവാർഡോ എന്തെങ്കിലും ഒരു അവാർഡ് കിട്ടിയിട്ടുള്ള അഗ്നിസാക്ഷി ചെയ്തു. യെസ്, ഒരേ കടൽ ചെയ്തു, അരികെ ചെയ്തു. അല്ലാതെ ടെലിവിഷനിലാണ് നിലാവരിയുന്നു, മരണം ദുർബലം, സുരേന്ദ്രൻ്റെ. പിന്നെ അധികം വർക്ക് ചെയ്തത് സത്യനന്ദിക്കാട് ചേട്ടൻ്റെ, പിന്നെ പ്രിയൻ ചേട്ടൻ്റെ വർക്ക് ചെയ്തു. അങ്ങനെ ടോട്ടലി ഇന്ത്യ മൊത്തം വർക്ക് ചെയ്തത് ഒരു 270 ഡയറക്ടേഴ്സ് കൂടെ വർക്ക് ചെയ്തിട്ടുണ്ട്. ഡോക്യുമെൻ്ററി, ഫീച്ചർ ഫിലിം, ആഡ് ഫിലിംസ്, വൈൽഡ് ലൈഫ്, പിന്നെ നോൺ ഫിക്ഷൻ, ഇങ്ങനെ ഇന്ത്യ മൊത്തം ഉള്ള ഡയറക്ടേഴ്സ് വർക്ക് ചെയ്ത് ഒരു കാൽക്കുലേറ്റ്. കോവിഡ് ടൈമിലാണ് ഇത് സമയം കിട്ടിയപ്പോൾ കാൽക്കുലേറ്റ് എത്ര ഡയറക്ടേഴ്സ് കൂടെ വർക്ക് ചെയ്തു. ഇപ്പോൾ ഇത് മാത്രമല്ലല്ലോ, താങ്കൾ ഒരുപാട് ഇന്ത്യക്കകത്തും പുറത്തുമുള്ള ഇൻസ്റ്റിറ്റ്യൂട്ടുകളിൽ അല്ലെങ്കിൽ സിനിമയുമായി ബന്ധപ്പെട്ട സാങ്കേതിക പരിശീലന രംഗത്ത് ഒരുപാട് സെഷൻസ്, ഒരുപാട് ക്ലാസ്സുകൾ എടുക്കുക. ഞാനത് എന്നെ അപ്ഡേറ്റ് ചെയ്യാൻ വേണ്ടി, അവരെ പഠിപ്പിക്കാനില്ല, പഠിക്കാൻ വേണ്ടിയാണ് പോകുന്നത്. ആക്ച്വലി ഞാനിപ്പം നിക്ഷ് യൂണിവേഴ്സിറ്റിയിൽ റെഗുലറായിട്ട്
എവിടെയാണ്? ഇവർ നൂർ ഇസ്ലാം ആ, യൂണിവേഴ്സിറ്റി, അവിടുത്തെ ഫിലിം കോഴ്സ്, പിന്നെ KR Narayan ഇൻസ്റ്റിറ്റ്യൂട്ട്, ലയലോ കോളേജ് ചെന്നൈ ആൻഡ് ബോഫ്റ്റ, അങ്ങനെ പല ഇൻസ്റ്റിറ്റ്യൂഷന് പോകാറുണ്ട്. ദാറ്റ് ഈസ് ഓൺലി ടു അപ്ഡേറ്റ് മൈ സെൽഫ്. കാരണം നമ്മൾ ഒരു ന്യൂ ജനറേഷൻ്റെ കൂടെ ഡെയിലി ടെക്നോളജി ഡെവലപ്പ് ചെയ്യുമ്പോൾ ഞാൻ പിന്നിലാവരുത്, അവരുടെ കൂടെ യാത്ര ചെയ്യണമെന്ന് പറഞ്ഞ ഒരു അർജ് മാത്രമേ ഉള്ളൂ. സോ ആരംഭിക്കാം. ആദ്യ സെഗ്മെൻറ്റിലേക്ക് ഈ മാസ്റ്റർ ക്രാഫ്റ്റ്സ്മാനോടൊപ്പം നമുക്ക് പ്രവേശിക്കാം. നമുക്കറിയാവുന്നതുപോലെ ഈ സെഗ്മെൻറ്റിൽ അദ്ദേഹം തന്നെയാണ് ഗ്രാൻഡ് മാസ്റ്റർ. കം ലെറ്റ്സ് പ്ലേ ബി ദ ഗ്രാൻഡ് മാസ്റ്റർ. താങ്കൾ കണ്ടെത്തേണ്ട വ്യക്തിയെക്കുറിച്ചുള്ള ആദ്യത്തെ സൂചന ഇതാണ്. രണ്ടിനും ഒരേ എണ്ണം വർഷങ്ങൾ മാത്രം. ഒന്ന് ജയിൽ, മറ്റൊന്ന് കസേര. പക്ഷേ വർഷങ്ങളുടെ എണ്ണം തുല്യം. അടുത്ത ക്ലൂ തരട്ടെ? തരാം. താങ്കൾക്ക് അറിയാവുന്ന ആളിനെ കുറിച്ചാണ് കേട്ടോ. നെക്സ്റ്റ് ക്ലൂ. സൗത്ത് ഇന്ത്യയിൽ ക്വിറ്റ് ഇന്ത്യ മൂവ്മെൻറ്റിന് ഇദ്ദേഹം നായകത്വം വഹിച്ചിട്ടുണ്ട്. He was one of the leaders of Quit India movement in South India. അല്ലെങ്കിൽ അടുത്ത ക്ലൂ തരാം, കുറച്ചുകൂടി ക്ലിയർ ആക്കാം. ഓക്കെ. കിങ് മേക്കർ. കിട്ടിയോ? ചെറുതായിട്ട് കിട്ടിയിട്ടുണ്ട്. ഒന്നൂറ് നോക്കാം. One more clue. ഒന്ന് ഉറപ്പിക്കാൻ. ഫോർത്ത് ക്ലൂ. മിഡ് ഡേ മീൽ സ്കീം, ഉച്ചഭക്ഷണ പദ്ധതി വളരെ ശക്തമായി നടപ്പിലാക്കാൻ മുൻകൈയെടുത്തു. കാമരാജറാണ്. കാമരാജർ നാടാർ. കെ കാമരാജ്. അതെന്താ അങ്ങനെ പറഞ്ഞേ? അല്ല, എനിക്ക് പുള്ളിയാണ് ഇതിൻ്റെ ഒരു ഫ്രീഡം ഫൈറ്റിലും ഒരു ശരിക്കും ഒരു പൊളിറ്റിക്കൽ കിങ് മേക്കറുമായിട്ട് ഒരു തോന്നലുണ്ടായി ഞങ്ങളുടെ തമിഴ്നാട്ടിൽ ഞാൻ പഠിക്കുമ്പോഴൊക്കെ. ഇവൻ ഇന്ദിരാഗാന്ധി പ്രൈം മിനിസ്റ്റർ ആവാൻ ഫുൾ സപ്പോർട്ട് ചെയ്തതും കാമരാജറായിരുന്നു എന്നുള്ള. ആണോ? ആ. പക്ഷെ അതിന് ഈ പ്രസണം കസേരയൊക്കെ ആയിട്ട് എന്ത് ബന്ധം? പുള്ളി ഫ്രീഡം ഫൈറ്റർ ആയിരുന്നല്ലോ. ലാസ്റ്റ് ക്ലൂ. മധുരൈ വിരുദനഗറിൽ കുമാരസ്വാമി നാടാരുടെയും ശിവവേണി അമ്മയാരുടെയും മകനായി പിറന്ന് 9 വർഷം ജയിലിലും 9 വർഷം മുഖ്യമന്ത്രി കസേരയിലും ഇരുന്ന മദ്രാസിലെ തമിഴ്നാട്ടിലെ മിഡ് ഡേ മീൽ സിസ്റ്റത്തിൻ്റെ ഏറ്റവും വലിയ സ്ഥാപകനായ, ക്വിറ്റ് ഇന്ത്യ മൂവ്മെൻറ്റിൻ്റെ സൗത്ത് ഇന്ത്യയിൽ ഏറ്റവും വലിയ നായകന്മാരിൽ ഒരാളായി മാറിയ, കിങ് മേക്കർ എന്ന് വിശേഷിപ്പിക്കപ്പെട്ട സാക്ഷാൽ കെ കാമരാജ് നാടാർ എന്ന കാമരാജർ. ശരിയായ ഉത്തരവാണ് അഴപ്പൻ ചേട്ടൻ താങ്കൾ പറഞ്ഞത്. എനിക്ക് രോമാഞ്ചമുണ്ടായി. കാരണം ഞാൻ അദ്ദേഹം 14 ഇൻസ്റ്റിറ്റ്യൂട്ട് ഒരുമിച്ച് തുടങ്ങിയതാണ്. ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഫിലിം ടെക്നോളജി, ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്സ്റ്റൈൽ ടെക്നോളജി, ലെതർ ടെക്നോളജി, കാറ്ററിംഗ് ടെക്നോളജി, CPT പോളിടെക്നിക്, ഇങ്ങനെ കുറേ ഇൻസ്റ്റിറ്റ്യൂഷൻ ഒരു ക്യാമ്പസിൽ അന്നത്തെ കാലത്തിൽ പുള്ളി പഠിച്ചിട്ടേ ഇല്ല. 8ാം ക്ലാസ് 9ാം ക്ലാസ്. അപ്പം ഇനി ഉള്ള ജനറേഷൻ പഠിക്കണമെന്ന് പറഞ്ഞ് അങ്ങനെ തുടങ്ങി വെച്ചാൽ. മാത്രമല്ല, നാഗർകോവിലിൽ ഞാൻ ക്രൗഡിൽ നിൽക്കുമ്പോൾ എന്നെ ഇവിടെ തട്ടിയിട്ട് പോയ അദ്ദേഹമാണ്. അപ്പോൾ താങ്കൾക്ക് വേണ്ടി ഞാൻ തിരഞ്ഞെടുത്ത ആള് തെറ്റിയില്ല. ഗ്രേറ്റ്. ഞാൻ 3ാമത് ക്വസ്റ്റ്യൻ വരുമ്പോൾ എനിക്ക് സംശയം ഉണ്ടായി. പിന്നെ അതിനു മേളിൽ ആരാണ് മിഡ് ഡേ ഞാൻ പാർക്കലാം എന്ന് പറഞ്ഞിരുന്നെങ്കിൽ താങ്കൾ പെട്ടെന്ന് പറഞ്ഞു തരാല്ലേ? ഇല്ല, അപ്പം ഒരു ചെറിയ ഡൗട്ട് ഉണ്ടല്ലോ. ഐ എം നോട്ട് സോ എന്താ. He was the CM of Tamil Nadu for 9 years. And he spent his life in prison for 9 years. Correct. 9 വർഷം ജയിലിൽ, 9 വർഷം മുതലമേച്ചർ. കാമരാജ് ഒരു മഹാനായ മനുഷ്യൻ അല്ലേ? അയൺ മാൻ. അന്ന് വേറൊരു ഇൻസിഡൻറ്റ് പറഞ്ഞിട്ടെ. കാമരാജ് ഡെത്ത് എന്ന് ഞാൻ 2nd ഇയർ പഠിക്കുകയാണ്. അപ്പം ഭയങ്കര മഴയാണ്, മെഡ്രാസ് മൊത്തം മഴയാണ്. കരുണാനിധി എന്ന അന്ന് CM അന്ന് ക്യാമറ എടുത്ത്, ഫിലിം ക്യാമറ ആയിരുന്നു, 2C റിഫ്ലക്സ്. ആ ക്യാമറ എടുത്ത് കവറേജ് ചെയ്ത് ഫുൾ ഡേ ആൻഡ് നൈറ്റ് ഞാനായിരുന്നു വൺ ഓഫ് ദ ക്യാമറമാൻ. ഇൻസ്റ്റിറ്റ്യൂട്ട് ബോയ് ആയിരുന്നു. അപ്പോൾ എന്നെ അസൈൻ ചെയ്തതാണ്. സോ 4ാമത്തെ സൂചനയിൽ തന്നെ, 5ാമത്തെ സൂചന ഞാൻ വെറുതെ പറഞ്ഞതാണ്, 4ാമത്തെ സൂചനയിൽ തന്നെ
താങ്കൾ ശരിയായ ഉത്തരം പറഞ്ഞതുകൊണ്ട് ഓക്കെ യു ക്യാൻ പ്ലേ ഫോർ 25,000 rupees. 25,000 രൂപയ്ക്ക് വേണ്ടി മത്സരിക്കാം. അഞ്ചാമത്തെ സൂചനയിലേക്ക് പോയിരുന്നെങ്കിൽ അത് 10,000 ആയി കുറയുമായിരുന്നു. കറക്റ്റ്. സോ കൺഗ്രാറ്റുലേഷൻസ്. താങ്ക് യു വെരി മച്ച്. അനീഷ പ്ലീസ്. എന്നാലും ഒരു സിനിമ നിങ്ങളുടെ കൂടെ ചെയ്തല്ല, അതിൻ്റെ ഒരു എവിടെയോ ഒരു ഷാഡോ വന്നിട്ടുണ്ട്. അങ്കിൾക്ക് ജീവിതത്തിൽ ഒരുപാട് മിടുക്കരായ ഡയറക്ടേഴ്സിൻ്റെ കൂടെ വർക്ക് ചെയ്യാൻ പറ്റിയല്ലോ. എന്നാൽ അങ്ങനെ പാടില്ല. എവിടെയെങ്കിലും ഒരു കറ ഉണ്ടാവണം, ഒരു ബ്ലാക്ക് സ്പോട്ട് ഉണ്ടാവണം എന്നുള്ളത് ഒരു മോശം ഡയറക്ടറുടെ കൂടെ വർക്ക് ചെയ്യാൻ കിട്ടിയൊരു അവസരമാണ് എന്നോട് വർക്ക് ചെയ്തത്. സ്റ്റിൽ ഐ ലവ് യുവർ ദ സോങ് പിക്ചറൈസേഷൻ. ഇപ്പോൾ ഞാൻ സോങ്ങിന് ഒരു സിനിമയിലും സോങ് സ്റ്റണ്ട് വരുമ്പോൾ മാറി ക്ലാഷ് വർക്ക് വയ്ക്കാറില്ല, ഞാൻ തന്നെ ചെയ്തു. നിങ്ങൾ കുട്ടികളെ വെച്ചിട്ട് ഒരു കോൺസെപ്റ്റ് ഉണ്ടാക്കി ആ സ്വർണ്ണ മത്സരത്തിലുള്ള സോങ് ഇപ്പം ഈ ഫിലിം ഇൻസ്റ്റിറ്റ്യൂട്ട് ഏതെങ്കിലും പഠിപ്പിക്കുമ്പോൾ ഈ സോങ് കാണിക്കാറുണ്ട്. ഐ പ്രോമിസ് ദറ്റ് റീസെൻ്റ്ലി ആ സോങ് പ്ലേ ചെയ്ത് കാണിച്ച് ചെന്നൈയിൽ വെച്ച്. സോ ഓരോരോ ഡയറക്ടേഴ്സ് പോകുമ്പോൾ ഐ ലേൺ ആക്ച്വലി. സോ താങ്ക് യു ഫോർ ദ നൈസ് വേർഡ്സ്. ആരംഭിക്കാം മഴപ്പഞ്ച്. ഓക്കെ. വങ്കക്കടലിൽ എറണാഹ കൊണ്ട ഈ തങ്ക തമിഴ് മകൻ അല്ലേ അന ഇപ്പോൾ ഇൻ്റർനാഷണൽ ഫാദറില്ല, ഒപ്പം ഇന്ത്യയിലെ മുഴുവൻ ചലച്ചിത്ര പ്രേമികൾക്കും പരിചിതൻ, മലയാളികൾക്ക് പക്ഷേ ഏറെ പ്രിയങ്കരനായ ഈ ഛായാഗ്രാഹകൻ ശ്രീയൻ അഴകപ്പൻ അശ്വമേധത്തിൽ മത്സരിക്കുന്നു. ജൂറി ശ്രീ ജോ ആൻ്റണി. അദ്ദേഹം വിചാരിച്ച പേര് ഈസ് ഇറ്റ് അപ്രൂവ്ഡ്? അപ്രൂവ്ഡ്. അപ്രൂവ്ഡ്. ആദ്യത്തെ 10 ചോദ്യങ്ങളുടെ മേഖലയിലേക്ക് യാഗം. ഓക്കെ. ഇന്ത്യൻ ഇല്ല. അല്ല. ഇപ്പം ചേട്ടൻ പ്രതാപ മുതലിയാർ ചരിത്രം എഴുതിയ സർദാർ വേദനായകം പിള്ള എന്നും അല്ല വിചാരിച്ചതപ്പോൾ. തമിഴ്നാടല്ല. ശരി, തമിഴ്നാടല്ല. പുരുഷൻ യാ. ജീവിച്ചിരിപ്പുണ്ട്? ഇല്ല. ഇല്ല. നാച്ചുറൽ ഡെത്ത്? അൺനാച്ചുറൽ. നോട്ട് അല്ല. അല്ല, നാച്ചുറൽ അല്ല. നാച്ചുറൽ അല്ല. ആ, ഡിക്ലെയർ ആയിട്ടില്ല. ഹൗ ഈസ് ഡെത്ത് ഈസ് അൺനോൺ. മനസ്സിലായില്ല. ഡെത്ത് അൺനോൺ ആണെന്നോ? ആ, ഡെത്ത് ട്രേസ് ഔട്ട് ചെയ്തിട്ടില്ല. ഡിക്ലെയർ ചെയ്തു, പക്ഷെ അതിപ്പോൾ മിസ്സിംഗ് ആയ ഒരാളാണോ? നോക്കാം. എന്തായാലും ആഫ്റ്റർ 1950 തന്നെയല്ലേ? 19 ഇല്ല, അതിന് മുൻപേ. മുമ്പേ. അപ്പൊ എന്തായാലും മരിച്ചു എന്ന് തീർച്ചയായും. മരിച്ചു, ഉറപ്പിച്ചു. മരിച്ചു. എങ്ങനെ മരിച്ചു എന്ന് അറിയില്ല എന്നാണ്. ആ, ഡിക്ലെയർ ഡെഡ്. ഏഷ്യൻ? നോ. അമേരിക്കൻ കോണ്ടിനൻസ്? അമേരിക്കൻ ഇല്ല. അമേരിക്കൻ അല്ല. അമേരിക്കയിൽ ഉണ്ടായിരുന്നു, അത്രേ ഉള്ളൂ, കുറച്ചു കാലം. അമേരിക്കൻ അല്ല. താങ്ക് യു. എനിക്ക് അങ്ങ് ഇങ്ങോട്ട് ഒരുപാട് ഹെൽപ്പ് ചെയ്യുന്നു, ഹിൻഡ് ചെയ്യുന്നു. അത് പാടില്ല, അഡ്വൈസബിൾ അല്ല, പാടില്ല. കാരണം അപ്പോൾ എനിക്ക് ഒരുപാട് എളുപ്പം മീൻസ് ചോദ്യങ്ങൾ ചോദിക്കുന്നത് കുറഞ്ഞു കിട്ടും എണ്ണം. അപ്പോൾ ഉത്തരത്തിലേക്ക് എനിക്ക് എത്താൻ പറ്റിയാൽ പെട്ടെന്ന് എത്താനുള്ള വഴിയുണ്ടാക്കും. അത് എൻ്റെ ഹാബിറ്റാണ് അങ്ങനെ മറ്റുള്ളവരെ സഹായിക്കുന്നത്. ഓക്കെ. അമേരിക്കയിൽ ഉണ്ടായിരുന്നു, പക്ഷെ അമേരിക്കക്കാരനെ. യൂറോപ്യൻ ആണോ? അപ്പോൾ യൂറോപ്യൻ. രാഷ്ട്രീയം, കല, സാഹിത്യം ഇതിലാണ്. രാഷ്ട്രീയം നോ. അല്ല. 10 ചോദ്യങ്ങൾ. യജ്ഞം. കണക്റ്റഡ് വിത്ത് സിനിമ? യാ. സിനിമയുമായി ബന്ധപ്പെട്ട ആളിനെ തന്നെ വിചാരിച്ചോ? അതെന്താ അങ്ങനെ ചെയ്തേ? അങ്ങനെ ഒരു കണക്ഷൻ ഉണ്ട്. ആക്ടർ അല്ലെങ്കിൽ ഡയറക്ടർ ആയിരുന്നു? ആക്ടർ ആയിരുന്നു? നോ. അല്ല. അപ്പോൾ ഒരു ഫിലിം ഡയറക്ടർ ആയിരുന്നു അദ്ദേഹം അല്ലേ? അദ്ദേഹത്തിൻ്റെ പ്രധാന പ്രശസ്തി, ദ റീസൺ ഫോർ ഹിസ് ഫെയിം ഈസ് ഫിലിം ഡയറക്ടർ. അതിനപ്പുറം വേറൊരു സംഭവം ഉണ്ട്. ഡയറക്ടർ ഈസ് ഓൾസോ ഡയറക്ടർ. അല്ല. അല്ല, പ്രധാന പ്രശസ്തിക്ക് മറ്റൊരു കാരണം കൂടിയുണ്ട്. അല്ല, കാരണം കൂടിയാണോ അതോ അല്ല, പ്രധാന പ്രശസ്തി മറ്റൊരു കാരണം തന്നെ മറ്റൊന്നാണ്. ഡെത്ത് ആഫ്റ്റർ 1900? 1900 നോ. ശേ, അല്ലേ? ഡെത്ത് ആഫ്റ്റർ 1900 മുമ്പ് മരിച്ചോ? അതെ. സിനിമയുമായി ബന്ധപ്പെട്ടാണെന്നല്ലേ പറഞ്ഞത്? അതെ. 1900 മുമ്പ് മരിച്ച ആളോ? മരിച്ചു. ചേട്ടാ, ലൂമിയർ ബ്രദേഴ്സ് ആദ്യത്തെ സിനിമ എടുക്കുന്നതിന് മുമ്പ് അയാൾ മരിച്ചോ? പോസിബിൾ. യാ.
ലൂമിനിയർ ബ്രദേഴ്സിൻ്റെ ആദ്യത്തെ സിനിമ ഉണ്ടാകുന്നതിന് മുമ്പ് മരിച്ചു. മുമ്പ് മരിച്ച ആളുടെ പ്രശസ്തി സിനിമയാണ്. അയ്യേ, ഒരു പേഴ്സണൽ ക്വസ്റ്റ്യൻ. ഈ ഉവുള്ളതെല്ലാം ഉയർവുള്ളലെന്ന് വള്ളുവർ പറയും. നമ്മൾ എന്ത് പഠിച്ചോ അതിൽ തന്നെ നമ്മൾ നിലനിൽക്കണം, അതിൽ തന്നെ നമ്മളിങ്ങനെ അടിയുറച്ച് അത് തന്നെ ചെയ്യണമെന്ന്. അത് ജീവിതത്തിലെ ശീലമാക്കിയ ഒരാളാണോ അഴകപ്പൻ ചേട്ടൻ? അതെ, കറക്റ്റ്. അത് ശരി. ഞാനിപ്പം വീട് 16ാമത്തെ ചോദ്യം, ഏറ്റവും ഇമ്പോർട്ടൻറ്റ് ചോദ്യം. നമ്മുടെ ലോകം, ദ വേൾഡ് ഹാസ് ഡൺ ഇൻജസ്റ്റിസ് ടു ഹിം എന്ന് ഞാൻ പറഞ്ഞാൽ അത് ശരിയാണോ? ലോകം എന്നതിന് ഞാൻ ഇന്നത്തെ ലോകം എന്നല്ല പറയുമ്പോൾ ഈ പ്രസന്റ് വേൾഡ് അല്ല ഉദ്ദേശിച്ചത്. പഴയ കാലത്ത് ദ വേൾഡ് ഓഫ് സയൻസ്, ദ വേൾഡ് ഓഫ് രജിസ്ട്രേഷൻസ് ഹാസ് ഡൺ ഇൻജസ്റ്റിസ് ടു ഹിം എന്ന് ഞാൻ പറഞ്ഞാൽ ശരിയാണ്? ഇൻജസ്റ്റിസ് ടു ലോകമല്ല ചെയ്തത്, ഒരു പർട്ടിക്കുലർ പീപ്പിൾ നോട്ട് ഇറ്റ്സ് നോട്ട് ഓർ ദ ഓർഗനൈസേഷൻസ് ഇൻഫ്ലുവൻസ്ഡ് ബൈ മേ ബി ഇറ്റ്സ് എ ഇൻഡിവിജ്വൽ ഫാക്ടർ. 16 ചോദ്യങ്ങൾ രാജസൂയ. അദ്ദേഹം എന്തുകൊണ്ടാണോ എന്ത് പേരിലാണോ അദ്ദേഹം അറിയപ്പെടുന്നത്, അത് പക്ഷേ അദ്ദേഹത്തിന് ആ അംഗീകാരം, ആ സ്ഥാനം അദ്ദേഹത്തിന് ലഭിച്ചത് അദ്ദേഹത്തിൻ്റെ ജീവിച്ചിരുന്ന കാലം എന്ന് പറയാൻ പറ്റില്ല, അദ്ദേഹത്തിന് ലോകം അറിഞ്ഞ് ജീവിച്ചിരുന്ന കാലത്ത് അദ്ദേഹത്തിന് ആ പദവി ലഭിച്ചില്ല. ഇല്ല. അതിലേക്ക് വരുന്നതിന് മുമ്പ് നമ്മുടെ കുട്ടികളോടൊക്കെ ചോദിക്കണം ടെലഫോണിൻ്റെ കണ്ടുപിടുത്തത്തെക്കുറിച്ച്. ടെലഫോൺ കണ്ടുപിടിച്ചത് ആരെന്ന് ചോദിച്ചാൽ എല്ലാവർക്കും ഉത്തരവുണ്ട്, അലക്സാണ്ടർ ഗ്രഹാം ബെൽ. ഡു യു നോ വൺ തിങ് സർ? അലക്സാണ്ടർ ഗ്രഹാം ബെൽ വാസ് ഓൺലി ദ സെക്കൻഡ് പേഴ്സൺ. ടെലഫോൺ കണ്ടുപിടിച്ച മനുഷ്യൻ ടെലഫോണിൻ്റെ കണ്ടുപിടുത്തത്തെക്കുറിച്ചുള്ള അദ്ദേഹത്തിൻ്റെ സർട്ടിഫിക്കേഷൻ അവിടെ എത്തിക്കുവാൻ 1 മണിക്കൂർ വൈകിയത് കൊണ്ട് മാത്രം ആദ്യം ടെലഫോൺ കണ്ടുപിടിച്ച മനുഷ്യൻ അതിൻ്റെ പേറ്റൻറ്റ് നിഷേധിക്കപ്പെടുകയും ചരിത്രത്തിൽ എന്താ പറയുക മോസ്റ്റ് അൺസങ് ഹീറോയായി മാറുകയും ചെയ്തു. താങ്കൾ മനസ്സിൽ വിചാരിച്ച വ്യക്തിയുടെ ഏറ്റവും മഹത്തായ കണ്ടുപിടുത്തത്തിന് പക്ഷേ കാലവും ചരിത്രവും ദീർഘകാലം ഉടമസ്ഥാവകാശം കൊടുത്തത് ദ വിസാർഡ് ഓഫ് മെൻലോ പാർക്ക് എന്ന് വിശേഷിപ്പിക്കപ്പെട്ട മനുഷ്യനാണോ? വിസാർഡ് ഓഫ് മെൻലോ പാർക്ക് എന്ന് പറയുന്നത് തോമസ് ആൽവാ എഡിസൺ ആണ്. താങ്കൾ വിചാരിച്ച വ്യക്തിക്ക് അർഹതപ്പെട്ട അംഗീകാരം കാലവും ചരിത്രവും ആ കാലഘട്ടത്തിൽ പക്ഷേ സമ്മാനിച്ചത് തോമസ് ആൽവാ എഡിസൺ ആണ്. അല്ലേ? കോൺട്രവേഴ്സി ആയത് ലേറ്റർ. കോൺട്രവേഴ്സി ആവുകയും പിന്നീട് നമ്മൾ ഇന്നത്തെ കാലത്ത് ആദരിക്കുന്നുവെങ്കിലും അന്നത്തെ കാലത്ത് അദ്ദേഹത്തിന് ലഭിക്കേണ്ടിയിരുന്ന അംഗീകാരം എഡിസന്റെ പേരിലായി മാറുകയും ചെയ്തു. എഡിസന് അങ്ങനെ ഒരു കോൺട്രവേഴ്സി ഉണ്ട്. അതൊരു കോൺട്രവേഴ്സി തന്നെയാണ്. സോ നമ്പർ 19, അങ്ങ് വിചാരിച്ചത് എനിക്ക് തോന്നുന്നു ഇത് അശ്വമേധത്തിൻ്റെ 1ാം എപ്പിസോഡിൽ രസമുണ്ടായിരുന്നു. ഫസ്റ്റ് എപ്പിസോഡിൽ ഈ സീസണിലെ ഫസ്റ്റ് എപ്പിസോഡിൽ പങ്കെടുത്തത് പ്രശസ്ത ഗ്യാസ്ട്രോ എൻട്രോളജിസ്റ്റായ ഡോക്ടർ ഹരീഷ് കരീമാണ്. ആസ് യു നോ, ഒരു 12 വർഷങ്ങൾക്ക് മുമ്പ് എനിക്കൊരു ലൈഫ് ചലഞ്ചിങ് സിറ്റുവേഷൻ വരികയും മരണത്തിനോട് അറിയാമല്ലോ. അന്ന് എൻ്റെ ലൈഫ് സർവൈവലില്ല എന്ന് കരുതിയിരുന്ന സ്റ്റേജിൽ രക്ഷപ്പെടുത്തിയ ഡോക്ടറാണ് അദ്ദേഹം. അതുകൊണ്ട് ആദ്യമായി ഇത് തിരികെ ആരംഭിച്ചപ്പോൾ ആദ്യത്തെ അതിഥിയായി അദ്ദേഹത്തെ തന്നെ വിളിക്കുക എന്നത് എൻ്റെ ഒരു ഗുരുത്വം ഇതാണ്. അപ്പോൾ അദ്ദേഹത്തെ വിളിച്ചപ്പോൾ അദ്ദേഹം മനസ്സിൽ വിചാരിച്ചത് അതായിരുന്നു രസം. അദ്ദേഹം മനസ്സിൽ വിചാരിച്ചത് ദ ഫാദർ ഓഫ് ഗ്യാസ്ട്രോ എൻട്രോളജിയാണ്. ഞാൻ അത് എന്തുകൊണ്ട് ഞാൻ ചോദിച്ചു, നിങ്ങളെന്താ അത് വിചാരിച്ചത്? പെട്ടെന്ന് ഞാൻ നിങ്ങളായതുകൊണ്ട് അങ്ങനെയല്ലേ ഞാൻ ചിന്തിക്കുള്ളൂ എന്ന് ചോദിച്ചപ്പോൾ അയാൾ പറഞ്ഞു, അതായിക്കോട്ടെ, കണ്ടുപിടിക്കുന്നതും കണ്ടുപിടിക്കാത്തത് രണ്ടാമത്തെ കാര്യം. പക്ഷെ ഞാനിങ്ങനെ ഒരു സ്റ്റേജിൽ വരുമ്പോൾ ഞാൻ എന്ന ഗ്യാസ്ട്രോ എൻട്രോളജിയുടെ പിതാവിനെ തന്നെ മനസ്സിൽ വിചാരിക്കണ്ടേ എന്ന്. അതുകൊണ്ടാണ് ഞാൻ ഉവുള്ളതെല്ലാം ഉയർവുള്ളൽ എന്ന് വിശ്വസിക്കുന്ന ആളാണ് അഴകപ്പൻ ചേട്ടൻ എന്ന് ചോദിച്ചത്. താങ്കൾ വിചാരിച്ചത് സിനിമാറ്റോഗ്രാഫിയുടെ പിതാവിനെയാണോ സർ? യെസ്. അവിടെയാണ് താങ്കൾ അമേരിക്കനാണോ എന്ന് ഞാൻ ചോദിച്ചപ്പോൾ അമേരിക്കനൊന്നും അല്ല, പക്ഷേ അമേരിക്കയിലൊക്കെ ഉണ്ടായിരുന്നു എന്നൊരു മറുപടി പറഞ്ഞത്. നമ്പർ 20, അദ്ദേഹം പേരുകൊണ്ടെങ്കിലും ഒരു രാജകുമാരനാണ്.
ആൻസർ യെസ്. ദ ഫാദർ ഓഫ് സിനിമാറ്റോഗ്രാഫി. ഫാദർ ഓഫ് സിനിമാറ്റോഗ്രാഫി എന്നത് ഒരു ദിവസം കൊണ്ട് നേടിയെടുത്ത ഒന്നല്ല. ആ മനുഷ്യൻ മുങ്ങി മരിച്ചതാണെന്നാണ് പറയുന്നത് ചിലർ. ഡ്രോൺ എന്ന് പറയുന്നു. പക്ഷേ there are theories of അയാളെ കൊന്നുവെന്ന് വലിയ വ്യാഖ്യാനങ്ങളുണ്ട്. സ്റ്റിൽ ഈ നൂറ്റാണ്ടുകൾക്കപ്പുറവും അതിൻ്റെ വ്യവഹാര ചർച്ചകൾ, ലീഗൽ ഡിസ്പ്യൂട്ടുകൾ ഉണ്ടായിരുന്നു. കറക്റ്റ്. ഒരു സുപ്രഭാതത്തിൽ ഒരു മനുഷ്യൻ അപ്രത്യക്ഷനാവുക, വാനിഷിങ് ടു നത്തിങ് അല്ലേ, ഡിസപ്പിയറിങ് ടു നത്തിങ്. പണ്ട് അമീലിയ ഇയർഹാർട്ട് എന്താ പറയുക, അറ്റ്ലാന്റിക് ഓഷ്യന് മീതെ വിമാനം പറപ്പിച്ച ആദ്യത്തെ വനിതയാണ് അമീലിയ ഇയർഹാർട്ട്. പിന്നീട് ഒരു ദിവസം അവരിങ്ങനെ സിംഗിൾ ഫ്ലൈങ് ആണ്, സാഹസിക പറക്കലാണ്. വിമാനമെടുത്തവർ ടേക്ക് ഓഫ് ചെയ്തു, ആകാശത്തിലേക്ക് പോയി, പിന്നെ കണ്ടിട്ടില്ല, പിന്നെ ആരും അറിഞ്ഞിട്ടില്ല, അവശിഷ്ടങ്ങളും കിട്ടിയിട്ടില്ല. അതുപോലെ അപ്രത്യക്ഷനായി. പക്ഷെ അയാൾ അദ്ദേഹത്തിന് ഡെത്ത് ഡിക്ലെയർ ചെയ്തു അല്ലേ കുറേ കാലം കഴിഞ്ഞിട്ട്? ഒരു ഡിക്ലെയർ ചെയ്തു, ലേറ്റസ്റ്റ് മരിച്ചതായി പ്രഖ്യാപിച്ചു. അതെങ്ങനെ 7 വർഷം കഴിഞ്ഞു. അല്ല, സ്കോട്ട്ലൻഡ് യാർഡ് ഉൾപ്പെടെ ഉള്ള അന്വേഷണം നടത്തിയതിനു ശേഷം. സോ അദ്ദേഹം വിചാരിച്ചത് ഒരു ഫ്രഞ്ചുകാരനെയാണ്, സിനിമാറ്റോഗ്രാഫിയുടെ പിതാവിനെയാണ്. പക്ഷേ അദ്ദേഹത്തിൻ്റെ കണ്ടുപിടുത്തം അദ്ദേഹത്തിൻ്റെതായി പേറ്റൻറ്റ് ചെയ്യപ്പെട്ടില്ല. പകരം അന്ന് തോമസ് ആൽവ എഡിസൻ്റെ പ്രതാപകാലമാണ് ആ കാലഘട്ടം. അന്ന് തോമസ് ആൽവ എഡിസൺ നേടിയ ആയിരക്കണക്കിന് പേറ്റൻറ്റുകളുടെ കൂട്ടത്തിൽ ഈ സിനിമാറ്റോഗ്രാഫിയുമായും ഫോണോഗ്രാമുമായും അടക്കമുള്ള എല്ലാ കണ്ടുപിടുത്തങ്ങളും ഉണ്ട്. അതിൻ്റെ കൈനറ്റോസ്കോപ്പ് അടക്കമുള്ള കാര്യങ്ങളെല്ലാം ഇവരുടെ പേരിലായിരുന്നു. പക്ഷെ പിന്നീട് ചരിത്രം അംഗീകരിച്ചു ദ ഫാദർ ഓഫ് സിനിമാറ്റോഗ്രാഫി. ആ മനുഷ്യൻ ഈസ് എ ഫ്രഞ്ച് ആൻഡ് ഹീ ഈസ് ലൂയി ലേ പ്രിൻസ്. But that was so direct, so gentle and so sincere you to be. കാരണം അഴകപ്പൻ ചേട്ടന് സിനിമയുമായി യാതൊരു ബന്ധവുമില്ലാത്ത മറ്റൊരാളിനെ തിരഞ്ഞെടുക്കുന്നതായിരുന്നു ഒരു മത്സരത്തിന് വേണ്ടി കൗശലം, പക്ഷേ ഉചിതം താങ്കൾ ചെയ്തത്. റെസ്പെക്ട് എൻ്റെ പ്രൊഫഷനായിട്ട് അത് തന്നെയാണ് കിട്ടുന്നത്. താങ്ക് യു. ഒരു സുപ്രഭാതത്തിൽ കാണാതെ പോയൊരു മനുഷ്യൻ, ഇതുവരെ ശരീരമൊന്നും കണ്ടെത്തിയിട്ടില്ല, ശരീരഭാഗങ്ങളോ അവശിഷ്ടങ്ങളോ ഒന്നും ട്രേസ് ചെയ്തിട്ടില്ല. മരിച്ചുവെന്ന് സ്കോട്ട്ലൻഡ് യാർഡ് പ്രഖ്യാപിച്ചു അത്രേ. പിന്നീട് അദ്ദേഹത്തെ ഫാദർ ഓഫ് സിനിമാറ്റോഗ്രാഫിയായി പ്രഖ്യാപിക്കുകയും ചെയ്തു. അഴകപ്പൻ ചേട്ടൻ അശ്വമേധത്തിൽ മത്സരിക്കാൻ എത്തുന്നുവെന്ന് തീരുമാനിച്ചപ്പോൾ ഞാൻ ജസ്റ്റ് ഒന്ന് ബ്രഷ് ചെയ്തത് സിനിമാറ്റോഗ്രാഫിയുടെയും ക്യാമറയുടെയൊക്കെ ചരിത്രമാണ്. അതുകൊണ്ട് തന്നെ സത്യത്തിൽ നാച്ചുറൽ ഡെത്ത് അല്ല എന്ന് പറഞ്ഞില്ലേ, നാച്ചുറൽ ഡെത്ത് അല്ല എന്ന് പറഞ്ഞ നിമിഷത്തിൽ എൻ്റെ മനസ്സിൽ ഈസ്റ്റ് മാൻ കടന്നു വന്നു. അത് സൂയിസൈഡ് ആയിരുന്നു. പക്ഷേ അത് ചിന്തിക്കുന്നതിന് മുമ്പ് തന്നെ അഴകപ്പൻ ചേട്ടൻ അടുത്തത് പറഞ്ഞു, അല്ല നോട്ട് ഫൗണ്ട് ആണ് കേട്ടോ, ഇങ്ങനെ മരിച്ചു എന്ന് അൺനോൺ എന്ന് പറഞ്ഞപ്പോൾ എനിക്ക് മനസ്സിലായി ഈസ്റ്റ് മാൻ അല്ല എന്ന്. സിനിമാറ്റോഗ്രാഫിയുടെ ചരിത്രവും 3 ക്യാമറ അദ്ദേഹമാണ് ഉണ്ടാക്കിയത്. 16 എന്ന് പറഞ്ഞ ഒരു ക്യാമറ, അടുത്ത ക്യാമറ അംഗീകരിക്കപ്പെട്ടില്ല. 1886 ഫസ്റ്റ് ഫിലിം ചെയ്തു. ഇറ്റ് ഈസ് അബൌട്ട് 2 minutes ഫിലിം. അത് ഷൂട്ട് ചെയ്തതെല്ലാം 5 frames 7 framesലാണ്, 5 to 7 frames. ദെൻ ഈ ഇംപ്രൂവ് ടു 12 frames. അപ്പോൾ അതിലാണ് ഇപ്പോൾ നമുക്ക് അറിയപ്പെടുന്നത്. ഞാൻ ഫിലിം ഇൻസ്റ്റിറ്റ്യൂട്ട് പോകുമ്പോൾ കൊടുക്കുന്ന ഒരു മെസ്സേജ് അല്ല, ഞാൻ പറയുന്നത് ഈ സിനിമയുടെ ചരിത്രം പലപ്പോഴും സിനിമ പോലെയാണ്. ക്ലൈമാക്സ് അല്ലെങ്കിൽ പരിണാമഗുപ്തി എന്ന് ഒക്കെ സൂചിപ്പിക്കുന്ന വാക്കിന് അവിടെ പ്രസക്തിയുണ്ട്. ചില നിമിഷങ്ങളിൽ ചരിത്രം അന്വേഷിച്ചും ചികഞ്ഞും ചെല്ലുമ്പോൾ ചില നായകന്മാർ വില്ലന്മാരാകും. ലോകം ആഘോഷിച്ച ചില നായകന്മാർ വില്ലന്മാരാകും. എന്നാൽ അറിയപ്പെടാതെ പോകുന്ന ചിലർ നായകന്മാരുമാകും. അങ്ങനെ ഒരു ചരിത്രമാണ് ലൂയി ലേ പ്രിൻസിൻ്റെ. എല്ലാവരും അറിയപ്പെടുന്നത് ലൂമിയർ ബ്രദേഴ്സ് എന്നുള്ള നോർമൽ ഇതാണ്. അത് സിനിമയുടെ പിതാവെന്ന്, സിനിമാറ്റോഗ്രാഫിയുടെ. ലൂയിസ് ലേ പ്രിൻസ് ആദ്യകാല ചലനചിത്ര സാങ്കേതികവിദ്യയുടെ ഉപജ്ഞാതാവായിരുന്നു. സിംഗിൾ ലെൻസ് ക്യാമറ ഉപയോഗിച്ച് ആദ്യമായി മോഷൻ പിക്ചർ സൃഷ്ടിച്ചതിന് അദ്ദേഹത്തെ സിനിമാറ്റോഗ്രാഫിയുടെ പിതാവെന്ന് വിളിക്കുന്നു. 1888 ചരിത്രത്തിലെ ആദ്യകാല ചലച്ചിത്രങ്ങളിൽ ഒന്നായി കണക്കാക്കപ്പെടുന്ന റൗണ്ട് ഹേ ഗാർഡൻ സീൻ, ലീഡ്സ് ബ്രിഡ്ജ് തുടങ്ങിയ രംഗങ്ങൾ അദ്ദേഹം ചിത്രീകരിച്ചതായി രേഖകൾ സൂചിപ്പിക്കുന്നു. 1890 തന്റെ കണ്ടുപിടുത്തത്തിന് പേറ്റന്റ് നേടാനുള്ള യാത്രക്കിടെ ലൂയിസ് ലേ പ്രിൻസ് നിഗൂഢമായി അപ്രത്യക്ഷമാകുകയായിരുന്നു. 7 വർഷങ്ങൾക്കു ശേഷം 1897 അദ്ദേഹം മരണപ്പെട്ടതായി ഔദ്യോഗിക റിപ്പോർട്ടുകൾ സ്ഥിരീകരിച്ചു. തോമസ് എഡിസൺ, ലൂമിയർ സഹോദരന്മാർ എന്നിവർക്ക് മുൻപേ തന്നെ ചലച്ചിത്ര നിർമ്മാണ ചരിത്രത്തിൽ അദ്ദേഹത്തിന്റെ കയ്യൊപ്പ് പതിഞ്ഞിരുന്നുവെങ്കിലും അത് അംഗീകരിക്കപ്പെടുവാൻ വർഷങ്ങളെടുക്കുകയും അദ്ദേഹത്തിന്റെ സംഭാവനകൾ മറച്ചുവെക്കപ്പെടുകയും ചെയ്തുവെന്ന് കരുതപ്പെടുന്നു.
അഴകപ്പൻ ചേട്ടാ, ഇത് ഞങ്ങളുടെ Yeah, സ്നേഹോപഹാരം. yeah, ഒപ്പം മിൽമ നൽകുന്ന കുറച്ച് സമ്മാനങ്ങളും. താങ്ക് യു സോ മച്ച്. ശ്രീ അഴകപ്പൻ, ചിത്രക്കുഴലിന് പിന്നിൽ നിന്ന് വിസ്മയം തീർത്ത് മലയാളിയുടെ കാഴ്ചകളിൽ എന്നും അഭിരമിപ്പിക്കുന്ന സുഗന്ധം പകർന്നു തന്ന അഴകപ്പൻ ചേട്ടൻ. അദ്ദേഹത്തിന് അദ്ദേഹത്തിൻ്റെതായ ചില പ്രത്യേക കളർ ഇൻട്രസ്റ്റുകളുണ്ട് അല്ലേ? നിറങ്ങളോട്, ചില നിറങ്ങളോട് പ്രത്യേക ഇഷ്ടങ്ങളുണ്ട്. പലപ്പോഴും അദ്ദേഹത്തിൻ്റെ ആ നിറങ്ങളോടുള്ള ഇഷ്ടങ്ങളിൽ ഒരു മഡ്ഡി ഫാക്ടർ കടന്നുകൂടാറുണ്ട്. ഒരു മണ്ണിൻ്റെ നിറം, മണ്ണിൻ്റെ സ്വഭാവം. ഒരു കളർ സൈക്കോളജി വെച്ചിട്ടുണ്ട്. ഒരു പടം പോകുമ്പോൾ ഈവൻ മനസ്സിനകരെ പോകുമ്പോൾ ഗ്രീൻ ആൻഡ് വൈറ്റ് ആ ഒരു കോമ്പിനേഷനിൽ അങ്ങനെ ഓരോ ഫിലിം വരുമ്പോൾ ഡയറക്ടേഴ്സിൻ്റെ മനസ്സിൽ എന്തുണ്ടോ അത് അറിഞ്ഞുകൊണ്ട് ആ കളർ സൈക്കോളജി വർക്ക് ചെയ്യുന്നതാണ്. ചിലരൊക്കെ അങ്ങനെയാണ്, ചിലർ ചിന്തിക്കുന്നതും അങ്ങനെയാണ്. വിദ്യാഭ്യാസം എന്നാൽ അധ്യാപകൻ പഠിപ്പിക്കുന്നത് വിദ്യാർത്ഥി പഠിക്കുന്നത് എന്നല്ല. അധ്യാപകൻ വിദ്യാർത്ഥിയെയും വിദ്യാർത്ഥി അധ്യാപകനെയും പഠിപ്പിക്കുന്നതാണ് വിദ്യാഭ്യാസം. ശ്രീ അഴകപ്പൻ ഇപ്പോഴും ക്ലാസ്സുകൾ എടുക്കുന്നു, ഇപ്പോഴും സെഷനുകൾ നടത്തുന്നു. ലോകത്തിൽ പലയിടങ്ങളിൽ അദ്ദേഹത്തിൻ്റെ സാങ്കേതികമായ പരിചയം അധ്യയനമാക്കി മാറ്റുന്നു. അത് പഠിപ്പിക്കാൻ വേണ്ടി മാത്രമല്ല, അദ്ദേഹത്തിന് പഠിക്കാനും കൂടി, അപ്ഡേറ്റ് ചെയ്യാനും കൂടി. കാണാം അടുത്ത ദിവസം. ശുഭരാത്രി. നിങ്ങൾക്കും അശ്വമേധത്തിൽ പങ്കെടുക്കാം. ബയോഡേറ്റ അയക്കേണ്ട വിലാസം ashwamedham@kairalitv.in.